അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. 17ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ കൂടിയുള്ളതാണ്. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ മതനിരപേക്ഷ ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. നാടിൻ്റെ ഭരണഘടന നിലനിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ബഹുസ്വരതയുടെ വ്യത്യസ്ത മതങ്ങളും ദർശനങ്ങളും തത്വശാസ്ത്രങ്ങളുമെല്ലാം സൗഹൃദത്തോടെ അധിവസിക്കുന്ന ഇന്ത്യ വേണമോ അതോ ഏകശിലാത്മകമായ ഇന്ത്യ വേണമോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ സമ്മതിദാനാവകാശം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ലാഘവത്തോടു കൂടി കാണേണ്ടതല്ല ഈ തെരഞ്ഞെടുപ്പ് എന്നർത്ഥം. ഏത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും നാട്ടിലെ പൗരന്മാർ എന്നുള്ള നിലക്ക് നാട്ടിൻ്റെ നയങ്ങളെയും ഭരണഘടനയെയും അംഗീകരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഈ നാടിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ ദൗത്യ നിർവഹണമാണ് തെരഞ്ഞെടുപ്പിൽ സ്വന്തം സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നത്. പ്രത്യേകിച്ചും ജനാധിപത്യ ക്രമത്തെക്കുറിച്ചോ നാട്ടിൽ നമ്മുടെ ഭാഗധേയത്തെക്കുറിച്ചോ കൃത്യമായി അവബോധമില്ലാത്ത യുവാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നൊരു പ്രവണത പൊതുവെ കണ്ടുവരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കുക എന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ വലിയ ഒരു പാതകമാണ്, ഒരു കുറ്റകൃത്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ട, നമ്മെ അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ പ്രദേശത്ത് പുരോഗമന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടത് ആര് എന്ന് തീരുമാനിക്കേണ്ട, ആ തീരുമാനത്തിൽ പങ്കാളിയാവുക എന്നത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത നിർവഹണമാണ് തെരഞ്ഞെടുപ്പിലെ ഭാഗധേയത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ നാട് നിലനിൽക്കണമോ, നാടിൻ്റെ ബഹുസ്വരത നിലനിൽക്കണമോ, സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന നമ്മുടെ നാടിൻ്റെ സംസ്കാരം അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കണമോ എന്ന വിഷയം തീർച്ചയായും ഗൗരവതരമായി തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് മുസ്ലിമായി ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി, അവൻ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി, ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കുവാൻ ഉള്ള അവകാശത്തിന് വേണ്ടി എല്ലാമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം യുദ്ധം അനിവാര്യമാകുന്ന സാഹചര്യത്തിൽ യുദ്ധം പോലും അനുവദിച്ചിട്ടുള്ളത്. ഈ രൂപത്തിൽ ജിഹാദ് മതപ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെങ്കിൽ, മതം അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെങ്കിൽ, ആ സ്വാതന്ത്ര്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകേണ്ടത് ജിഹാദിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലക്ക് തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആത്മഹത്യാപരമാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും പ്രദേശങ്ങളിലെ, ഏതെങ്കിലും നാടുകളിലെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഇന്ത്യയുടെ അവസ്ഥയെയോ നാട്ടിൽ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചോ ഇന്ത്യയുടെ മതനിരപേക്ഷതയെക്കുറിച്ചോ ഒന്നും അറിയാതെ ജനാധിപത്യവും മതനിരപേക്ഷതയുമെല്ലാം ശരിയല്ല എന്ന രൂപത്തിൽ നൽകിയ ഫത്വകളെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാൻ പാടില്ല എന്നും തെരഞ്ഞെടുപ്പിൽ ഭാഗധേയം നിർവഹിക്കുവാൻ പാടില്ല എന്നും വോട്ട് രേഖപ്പെടുത്തുവാൻ പാടില്ല എന്നുമെല്ലാം പ്രചരിപ്പിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട് കേരളത്തിലും എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് വലിയ ക്രൂരതയാണ്. എന്തുകൊണ്ടെന്നാൽ നാട്ടിൻ്റെ ഭാഗധേയത്തിൽ പങ്കെടുക്കാതെ കോന്ത്രം പല്ലുകളായി നിൽക്കുവാൻ ഇസ്ലാം മുസ്ലിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും നാടിനോടൊപ്പം നിന്ന് നാട്ടിലെ അവസ്ഥകളെ, അവസരങ്ങളെ ഇസ്ലാമിനും ഇസ്ലാമിക പ്രബോധനത്തിനും
മുസ്ലിങ്ങളുടെ നിലനിൽപ്പിനും അനുഗുണമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഉപദേശങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നാട്ടിൻ്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്നത് അപകടകരമാണ്, ആത്മഹത്യാപരമാണ്. മതത്തിൻ്റെ വീക്ഷണത്തിൽ നോക്കിയാൽ ഒരിക്കലും ന്യായീകരിക്കാൻ സാധ്യമല്ലാത്തതാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് എല്ലാവരും വളരെ ബുദ്ധിയോടുകൂടി, ചിന്താശേഷിയോടുകൂടി, സ്വന്തം നിലനിൽപ്പിനെ ആധാരമാക്കിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധനമെന്ന ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് ആ നിർവഹണത്തിന്, നിലനിൽപ്പിന് വേണ്ടിയുള്ള ചിന്തയോടുകൂടി സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് നാട്ടിൻ്റെ ഭാഗധേയത്തിൽ പങ്കാളികളാകുവാൻ, നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ, ആ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാട്ടിനെ നശിപ്പിക്കുന്നവർക്കെതിരെ, നാടിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ നമ്മുടെ തീരുമാനം അറിയിക്കുവാൻ എല്ലാം സന്നദ്ധമാകേണ്ട സന്ദർഭമാണിത്. ആ സന്ദർഭത്തെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.